ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓണിയൻ റവ ദോശയാണ് ഇന്നത്തെ റെസിപ്പി. വളരെ ക്രിസ്പി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. നമ്മുടെ അടുക്കളയിൽ കാണുന്ന സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഈ ദോശ റെഡിയാക്കാം. അതുപോലെ തന്നെ കോക്കനട്ട് ചട്നിയും തക്കാളി ചട്നിയും മതിയാകും ഈ ദോശ കഴിക്കാനായിട്ട്. ഇതിനായിട്ട് 1 കപ്പ് റവ, 1/2 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ തൈര് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. 1/2 കപ്പ് ചെറുതായിട്ട് നുറുക്കിയ സവാള, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മുളക് ക്രഷ് ചെയ്തത്, 1/2 കപ്പ് മല്ലിയില ചെറുതായിട്ട് നുറുക്കിയത്, 1 ഗ്ലാസ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്. ഇത് എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. മിനിറ്റിന് ശേഷം ആദ്യം നമ്മൾ 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്, അതേപോലെ ഇനി 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നല്ല റണ്ണിങ് കൺസിസ്റ്റൻസിയാണ് ഈ ദോശ ചുടാനായിട്ട് വേണ്ടത്. വെള്ളം കുറഞ്ഞു പോയാൽ നിങ്ങൾക്ക് വീണ്ടും കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ദോശക്കല്ല് നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം വേണം മാവ് കോരി ഒഴിക്കാനായിട്ട്. അതുപോലെ തന്നെ മാവ് നമ്മൾ ഇതുപോലെ കോരി ഒഴിക്കുന്ന സമയത്ത് ദോശക്കല്ല് നല്ല ചൂടായിരിക്കണം, എന്നാൽ മാത്രമേ ഇത് നല്ല ഹോളൊക്കെ വീണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലോ മീഡിയമിൽ വെച്ച് ചുട്ടെടുക്കാവുന്നതാണ്. എണ്ണയോ നെയ്യോ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ദോശ കഴിക്കാനായിട്ട്. ഞാനിതിലൊരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവ് അനുസരിച്ച് എരിവ് കുറയ്ക്കണമെങ്കിൽ കുറച്ച്, നിങ്ങളുടെ എരിവനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും നിങ്ങൾക്ക് ഇത് കുറയ്ക്കാവുന്നതും കൂട്ടാവുന്നതുമാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. തക്കാളി ചട്നി, കോക്കനട്ട് ചട്നി നല്ല കോമ്പിനേഷനാണ്. ഇത് ചട്നി ഇല്ലാതെയും നമുക്ക് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ദോശ കഴിക്കാനായിട്ട്. ഈ ദോശ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും. താങ്ക് യു ഫോർ വാച്ചിങ്.